show that the equation x plus y plus z is equal to a, 3x plus 4y plus 5z equal to b, 2x plus 3y plus 4z is equal to c. First one, have no solution if a equal to b equal to c equal to 1. Second one, have many solutions if a equal to b by 2 equal to c equal to 1. Okay. നമുക്ക് ആദ്യം ഇതിനെ എന്ത് ചെയ്യണം? മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാം. എ ഇസ് ഈക്വൽ ടു കോയിഫിഷ്യൻസ് എഴുതാം. എക്സിന്റെ കോയിഫിഷ്യന്റ് 1, വൈയുടെ കോയിഫിഷ്യന്റ് 1, സെഡിന്റെ കോയിഫിഷ്യന്റ് 1. പിന്നത്തേത് എക്സ് 3, വൈയുടെ 4, സെഡിന്റെ 5. ഇനി 2, 3, 4. ഓക്കെ. ബി എന്താ? ബി ഇസ് ഈക്വൽ ടു എ ബി സി അല്ലേ? ഇനി നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. എ ബി equal to 1, 1, 1, 3, 4, 5, 2, 3, 4, A, B, C. ഇതാണ് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇനി ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് റോ എക്കലൻ ഫോമിലേക്ക് ആക്കല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? ഈ 3നെ 0 ആക്കണം, അതുപോലെ താഴെയുള്ള 2നെയും 0 ആക്കണം. ഇനി എന്ത് ചെയ്യാം? എനിക്ക് R2 gives R2 minus 3R1 ചെയ്താൽ മതി. അതുപോലെ R3 gives R3 minus 2R1 ചെയ്താൽ പോരെ. അതായത് 2ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് 0 വരിക. അപ്പൊ ഇവിടെ 1 ഉള്ളത് ഏതാണ്? ഫസ്റ്റ് റോ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് R3 minus 2R1 is approximately equal to 1, 1, 1. A അങ്ങനെ തന്നെ നിൽക്കും. ഇനി 3 minus 3 എന്ന് വെച്ചാൽ 0. അതുപോലെ എല്ലാ എലമെന്റിനെയും അങ്ങനെ കുറയ്ക്കണ്ടേ? 4 minus 3 എന്ന് വെച്ചാൽ 1, 5 minus 3 എന്ന് വെച്ചാൽ 2. ഇവിടെ എന്താവും? B minus 3A. ഇനി താഴെയാണെങ്കിൽ 2 minus 2 0, 3 minus 2 എന്ന് വെച്ചാൽ 1, 4 minus 2 എന്ന് വെച്ച് കഴിഞ്ഞാല് 2. ഇത് C minus 2A എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 0 ആക്കണ്ടേ? അതായത് മൂന്നാമത്തെ റോയിലെ സെക്കൻഡ് 1. ഓക്കെ. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? എനിക്ക് R3 gives R3 minus R2 എന്ന് ചെയ്താൽ പോരെ, which is approximately equal to 1, 1, 1, A 0, 1, 2, B minus 3A 0, 1 minus 1 0, 2 minus 2 0. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി C minus 2A ഉണ്ടായിരുന്നു, മൈനസ് B minus 3A എന്ന് വരും. ദാറ്റ് ഈസ് C minus 2A minus B plus 3A. എന്ത് ചെയ്യും? 3A minus A എന്ന് വെച്ച് കഴിഞ്ഞാൽ A. നിങ്ങൾക്ക് കിട്ടുന്നത് A minus B plus C. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. റോ എക്കലൻ ഫോം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് കണ്ടത് A equal to B equal to C equal to 1. അപ്പൊ നമുക്ക് ഈ മെട്രിക്സിൽ അത് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി approximately equal to 3, 1. ഇവിടെ A 0, 1, 2. ഇവിടെ എന്തായിരുന്നു? എയുടെ ഒക്കെ പകരം നമ്മള് 1 എന്നാണ് വാല്യൂ കൊടുക്കുക കേട്ടോ. പേക്ക് ഞാനിവിടെ 1 കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് അവിടെ B minus 3 ആണ്. അതായത് B 1 minus 3 എന്ന് വെച്ചാൽ ഇവിടെ -2 എന്ന് കിട്ടി. ഇനി താഴെയുള്ള വാല്യൂ 3, 0, A minus B plus C. അതായത് 1 minus 1 0, 0 plus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. ഓക്കെ. അപ്പൊ ഇങ്ങനെ നോക്കി നോക്ക്. അപ്പൊ എന്റെ റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 3 ആണ് അല്ലെ? മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോ 3 ഉണ്ട് റാങ്ക്. പക്ഷെ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അല്ലേ
ഉള്ളൂ. റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് വരുന്നത്. അതായത് റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു ആണ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? നോ സൊല്യൂഷൻ. ഇങ്ങനത്തെ കേസിൽ എന്തില്ല? നമുക്ക് സൊല്യൂഷൻ ഒന്നും ഇല്ല. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ കേസ്. ഇനി സെക്കൻഡ് കേസ് എന്തായിരുന്നു? എ ഇസ് ഈക്വൽ ടു ബി ബൈ 2 ഇസ് ഈക്വൽ ടു സി ഈക്വൽ ടു 1. അതായത് ദാറ്റ് ഈസ് എ ഈക്വൽ ടു 1 ആണ്, അതുപോലെ സിക്കും 1 ആണ്, ബിയുടെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പൊ നിങ്ങളുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് വീണ്ടും എഴുതുക. ദാറ്റ് ഈസ് 1 1 1. എയുടെ വാല്യൂ നിങ്ങൾക്ക് 1 തന്നെ. 0 1 2 0 0 0. റൈറ്റ് സൈഡ് വാല്യൂസ് വേണം. ബി മൈനസ് 3a, അതായത് 2 മൈനസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാല് -1 കിട്ടും. അടുത്തത് എ പ്ലസ് സി, അതായത് 1 + 1 2 -2, അതായത് ഇവിടെ 0 ആണ് വരുന്നത്. ഇതിൽ റാങ്ക് നോക്കൂ. റാങ്ക് ഓഫ് എ ബി മൊത്തം മെട്രിക്സ് നോക്കുമ്പോൾ 2 ഉള്ളു. ഇനി റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ഇത് മാത്രല്ലേ ഉള്ളൂ. അത് നോക്കുമ്പോൾ തന്നെയാണ് 2 തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആണ്. പക്ഷെ നിങ്ങളുടെ അൺനോൺസ്, നമുക്ക് അറിയാത്ത, ഇതിൽ കണ്ടുപിടിക്കേണ്ട ഈ അൺനോൺ വേരിയബിൾസ് എത്ര എണ്ണുണ്ട്? XYZ 3 എണ്ണുണ്ട് അല്ലെ? അപ്പോ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത് <3 ആണ് വരുന്നത് അല്ലെ? അതായത് റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഇസ് ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. മെനി സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ.